ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലഡു ആണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലഡു. അപ്പോൾ നമുക്കിതിനെ ബൂന്തിയൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പ്, ഒരു 1.5 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ 240 ml അളവ് കപ്പിൽ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായി ഇടാം. അപ്പോൾ ഞാനിത് ഒരു 2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് മാറ്റി, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു അരിപ്പയിലോട്ട് ഇട്ടു. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പൾസ് മോഡിലിട്ട് ഇടത് സൈഡിലോട്ട് തിരിച്ചു കൊടുത്താണ് ഇത് അരച്ചെടുത്തത്. അധികം അരയാതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആകരുത്. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ചുവ ഉണ്ടാകും. സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി നമുക്കിത് എണ്ണ ചൂടാകുമ്പോൾ ഷേപ്പൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉരുട്ടി അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഇത് ഒരുപാട് ഫ്രൈ ആകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അതിൻ്റെ കളറും മാറുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഞാൻ വറുത്തെടുത്തു. അധികം ഫ്രൈ ആകാതെ ജസ്റ്റ് ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തു. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൾസ് മോഡിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാര നമ്മൾ കടലപ്പരിപ്പ് എടുത്ത അതേ അളവിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് കടലപ്പരിപ്പ് എടുത്തു. അപ്പോൾ നമുക്ക് 1.5 കപ്പ് പഞ്ചസാര എടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പഞ്ചസാര ഒരു സ്ട്രിങ് ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രിങ് പോലെ കാണും.
അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 5-6 ഏലക്കായ പൊടിച്ചത് ചേർത്തു. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അതുകൂടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 1/2 പിഞ്ചോ 1 പിഞ്ചോ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷൻ. നമുക്കിതിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി വരാനായി ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിൽ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കാനായി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്ലെയിം ഓണിലിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇങ്ങനെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ്. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദിവാലി ആശംസകൾ.